വിജയുടെ നമസ്കാരം. യൂറോപ്പ് അഭയാർത്ഥികളോട് എടുക്കുന്ന ഒരു നിലപാട് എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം. അഭയാർത്ഥികളെ ഇപ്പോൾ യൂറോപ്പിലേക്ക് കയറ്റാതിരിക്കാനുള്ള പല നീക്കങ്ങളും യൂറോപ്പിലെ പല രാജ്യങ്ങളും നോക്കുന്നുണ്ട്. സ്വീഡൻ നോക്കുന്നുണ്ട്, ബ്രിട്ടൻ പണ്ട് മുതലേ നോക്കുന്നുണ്ട്, ജർമ്മനി നോക്കുന്നുണ്ട്, ഫ്രാൻസ് നോക്കുന്നുണ്ട്. അങ്ങനെ പല ആൾക്കാരും അഭയാർത്ഥികളെ യൂറോപ്പിലേക്ക് എങ്ങനെ കയറ്റാതിരിക്കാം, അല്ലെങ്കിൽ ഉള്ളവരെ എങ്ങനെ അടിച്ചു പുറത്താക്കാം എന്നുള്ള നിലപാടാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതേ നിലപാടിലേക്ക് വന്നിരിക്കുകയാണ് നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യം. നെതർലാൻഡ്സ് എന്ന് പറയുന്ന രാജ്യത്ത് പുതിയൊരു ഗവൺമെന്റ് വന്നു. PVV എന്നാണ് ആ ഗവൺമെന്റിന്റെ പാർട്ടിയെ പറയുന്നത്. ആ പാർട്ടിക്ക് PVV എന്നാണ് നമ്മൾ പറയുന്നതെങ്കിലും അവരുടെ രാജ്യത്ത് ആ പാർട്ടിയുടെ ഫുൾ ഫോം, അതായത് ഫുൾ ഫോമിന്റെ കൂടെ അവിടെയുള്ള പ്രതിപക്ഷവും അവിടെയുള്ള നാട്ടുകാരും ഒരു കാര്യം കൂടെ ചേർത്ത് പറയും. ആന്റി ഇസ്ലാം PVV പാർട്ടി എന്നാണ് അതിനെ പറയുന്നത്. അതായത് മുസ്ലിം വിരുദ്ധ PVV പാർട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പാർട്ടിയുടെ മുമ്പിൽ മുസ്ലിം വിരുദ്ധ പാർട്ടി എന്ന് ചേർക്കുന്ന അത്രയ്ക്ക് ധൈര്യമുള്ള ഒരു സെറ്റപ്പിലാണ് നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ രാജ്യം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രാജ്യത്ത് പുതിയ ഗവൺമെന്റ്, ഗീർട്ട് വൈൽഡേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിൽ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഇപ്പോൾ അവിടെയുള്ള അഭയാർത്ഥികളെ മുഴുവൻ ചവിട്ടി പുറത്താക്കാനുള്ള ഒരു നീക്കമാണ് അവരവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൈഗ്രേഷൻ മൈഗ്രേഷൻസ്, അതായത് മൈഗ്രേഷൻ തടയാനായിട്ട് അവര് പാർലമെന്റിൽ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. മൊറട്ടോറിയം, പുതിയ ആപ്ലിക്കേഷൻസിന് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്നു എന്ന നിയമം കൊണ്ടുവരുന്നു. പക്ഷേ ഇത് ഒപ്പോസിഷൻ പാർട്ടി ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ഒപ്പോസിഷൻ പാർട്ടി ചോദ്യം ചെയ്തപ്പോൾ ഇവർ മൈഗ്രേഷൻസ്, അതായത് അഭയാർത്ഥികൾക്കായി ദേശീയ അഭയാർത്ഥി പ്രതിസന്ധി, അങ്ങനെ ഒരു സാധനം പ്രഖ്യാപിച്ചു. അതായത് അഭയാർത്ഥികൾക്ക് നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ പാർട്ടി. അത്തരത്തിലുള്ള വലിയ നീക്കങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. മൈഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മാർജോളിൻ ഫെയ്വർ ആണ് അസൈലം സീക്കേഴ്സിന് നമ്മുടെ രാജ്യം, അതായത് അഭയാർത്ഥികൾക്ക് നമ്മുടെ രാജ്യം ഞാൻ അൺഅട്രാക്റ്റീവ് ആക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. അൺഅട്രാക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു അഭയാർത്ഥി നമ്മുടെ രാജ്യത്തേക്ക് കയറി വരാനായിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ അവന്റെ മനസ്സിൽ വരണം, നെതർലാൻഡ്സിലോട്ട് എനിക്ക് പോകാൻ പറ്റില്ല, അഭയാർത്ഥികൾക്ക് പറ്റിയ രാജ്യമല്ല നെതർലാൻഡ്സ് എന്ന് പറഞ്ഞ രീതിയിൽ അവന്റെ മനസ്സിൽ ആ ഒരു ഭയം വരണം എന്നുള്ള രീതിയിലാണ് ഈ പുള്ളിക്കാരൻ മാർജോളിൻ ഫേവർ സംസാരിച്ചിരിക്കുന്നത്. പിന്നെ എക്കാലത്തെയും കഠിനമായിട്ടുള്ള അഭയ നയം അല്ലെങ്കിൽ അഭയാർത്ഥി നയം, ഇതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത് അദ്ദേഹം പറയുന്നു. വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവുന്നു, പ്രതിഷേധം ഉണ്ടാവുന്നു. ചിലപ്പോൾ ഭാവിയിൽ അതൊരു കലാപമായിട്ട് മാറിയേക്കാം. നെതർലാൻഡ്സിൽ നോക്കുകയാണെങ്കിൽ, കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ 2023 അവിടെയുള്ള 1000 നിവാസികൾക്ക് 2 അഭയാർത്ഥികൾ വെച്ച് അവിടെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1000 നിവാസികൾക്ക് 2 അഭയാർത്ഥികൾ. അത്ര ഗംഭീരമായിട്ട് അവർ കണക്കുകളും കാര്യങ്ങളും വരെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു മിതമായ സംഖ്യയാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും ഈ ഗവൺമെന്റ്, ഇപ്പൊ വന്നിരിക്കുന്ന ഗവൺമെന്റ് പറയുന്നത് ഈ ഹൗസിംഗ് മാർക്കറ്റ്, വിദ്യാഭ്യാസം, പിന്നെ ആരോഗ്യ സംരക്ഷണം, ഇവയുടെ സുഗമമായ നടത്തിപ്പ് ഈ അഭയാർത്ഥികളുടെ ഒഴുക്കോടുകൂടി നമ്മുടെ രാജ്യത്ത് വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് ഇവർ പറയുന്നത്. എന്ത് തോന്നുന്നു ഈ നെതർലാൻഡ്സ് കൂടെ ഇത്തരത്തിലൊരു നയത്തിലേക്ക് വരുമ്പോൾ യൂറോപ്പ് പൂർണ്ണമായിട്ടും അഭയാർത്ഥികളെ പുറന്തള്ളാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്? നമ്മൾ നേരത്തെ ജർമ്മനിയിലെ വിഷയങ്ങളൊക്കെ സംസാരിച്ചാണ്. പക്ഷെ ജർമ്മനിയിലെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഈ കത്തിക്കുത്ത ആക്രമണമൊക്കെ നടത്തുന്നത് കൊണ്ട് ഇവന്മാരെ പിടിച്ച് പുറത്താക്കുന്നതാണ്. പക്ഷെ ഇവിടെ യാതൊരുവിധ പ്രൊവോക്കേഷനും ഇല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവരെ പിടിച്ച് പുറത്താക്കണമെന്നാണ് നെതർലാൻഡ് സർക്കാർ പറയുന്നത്. ഈ യൂറോപ്യൻ യൂണിയൻ അമേരിക്ക നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുവന്ന ആ യൂണിയനെ കുറിച്ച് വലിയ വിശ്വാസവും ഉറപ്പും ഒക്കെ ആയിരുന്നു അതിനകത്തുള്ള രാജ്യങ്ങൾക്കും അതിനകത്തുള്ള ജനങ്ങൾക്കും. പക്ഷേ ഈ ഒസാമ ബിൻ ലാദന്റെ നേതൃത്വത്തിൽ വലിയൊരു ഭീകരാക്രമണം അമേരിക്കയ്ക്ക് നേരെ നടന്നപ്പോഴാണ് കൂടെയുള്ള രാജ്യങ്ങൾക്ക്, അവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായത് ഈ അമേരിക്കയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല. കാരണം ഈ ടെററിസം അത് തങ്ങളുടെ രാജ്യത്ത് ഇന്നല്ലെങ്കിൽ നാളെ അത് പണി കിട്ടും. കാരണം മുമ്പ് ഇവരെല്ലാം വലിയ രീതിയിൽ സ്വീകരിക്കുകയും അവർക്ക് അഭയം കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് അതിന്റെ ഒരു വലിയ തിക്തഫലം, വലിയ സുരക്ഷിതമെന്ന് കരുതുന്ന, അല്ലെങ്കിൽ ലോക പോലീസായിട്ട് കരുതുന്ന, അല്ലെങ്കിൽ വലിയ സംഭവമായിട്ട് പറയുന്ന ഈ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്ന അമേരിക്കയിൽ തന്നെ ആക്രമണമാണ്. അവരുടെ വലിയ പെന്റഗണിന് നേരെ പോലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഭീകരർ വളർന്നപ്പോ കൂടെ നിൽക്കുന്ന നമ്മൾ അങ്ങനല്ലേ? നമ്മളൊരു എപ്പോഴും നമ്മൾ ധൈര്യം വരുന്ന എങ്ങനെ? നമ്മുടെ കൂടെ ഒരു കരുത്തം നിൽക്കുമ്പോഴാണ്. ഈ കരുത്തം വെറും പടമായിരുന്നു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം നമ്മൾ തുടങ്ങും. അതാണ് അവിടെ സംഭവിച്ചത്. ഈ യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പം മുതലാണ് അവർ മാറി ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവര് ഈ ഇതുപോലെയുള്ള അവിടെ ഇതിനു മുമ്പും ഇത് കണക്കുള്ള ഈ അമേരിക്കയിലെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ കുടിയേറ്റക്കാരായിട്ട് വന്നവർ പിന്നെ അവിടെ ഈ ജിഹാദിസം ഒക്കെ വളർത്തുവാൻ വേണ്ടിയിട്ടുള്ള യോഗങ്ങളും മറ്റും നടത്തുമ്പോൾ അതിനെയൊക്കെ സഹായിച്ചുകൊണ്ടും ഈ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് പിന്തുണച്ചുകൊണ്ടിരുന്നവരാണ് ഈ യൂറോപ്യൻ ജനത മുഴുവൻ. പിന്നീടാണ് അവർക്ക് അതിന്റെ അപകടം മനസ്സിലാകാൻ തുടങ്ങിയത്. അപ്പോഴവർ തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി. അപ്പോഴും നമ്മുടെ ഈ ഇന്ത്യയിലെ പോലെ തന്നെ മതേതരത്വം പറഞ്ഞിട്ട് ഈ പാവങ്ങളെ പറ്റിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് പിന്നീട് പതുക്കെ ഓരോരുത്തർക്ക് മനസ്സിലായി ഈ മതേതരത്വം എന്ന് പറയുന്നതും അല്ലെങ്കിൽ സഹാനുഭൂതി, സഹിഷ്ണുത എന്ന് പറയുന്നതും വൺ വേ ട്രാഫിക് അല്ല എന്ന് മനസ്സിലായ ഒരു വിഭാഗമാണ്
ഇന്ന് യൂറോപ്യൻ ഉം, കൺട്രീസിലെങ്ങും ഉയർന്നു വന്നു. ഇറ്റലി നാം അത് കണ്ടു കഴിഞ്ഞു. അവിടെ തീവ്ര വലതുപക്ഷം അധികാരത്തിൽ വന്നു. ഉം, വളരെ ശക്തമായിട്ട് തന്നെ മസ്ജിദിന്റെ നിർമ്മാണം പോലും അവർ അനുവദിക്കാത്ത രീതിയിലേക്ക് അവർ മാറി. കാരണം അവിടെ എല്ലാം ഈ യൂറോപ്യൻ കൺട്രീസിൽ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക സ്ഥലങ്ങളുണ്ട്, പ്രാർത്ഥനാലയം. അത് മതി, എല്ലാവർക്കും അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർ വന്നു. അതുപോലെ തന്നെ സ്വീഡൻ ആ രീതിയിലേക്ക് മാറുന്നത് നമ്മൾ കണ്ടു. ജർമ്മനി ആ ഉം, രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ അവർ ഓടിച്ചിട്ട് അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇതെല്ലാം ഈ അതായത് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആ ഒരു പാർട്ടികളെ പിൻ ബെഞ്ചിൽ ഇരുത്തിക്കൊണ്ട് വലതുപക്ഷം ഉം, എല്ലായിടത്തും മുന്നേറുന്ന ഒരു കാഴ്ച. എന്തുകൊണ്ടാണ് അവരങ്ങനെ ആ രീതിയിലേക്ക് മാറിയത് എന്ന് ചോദിച്ചാൽ, ഇപ്പം ധനുഷ് നേരത്തെ സൂചിപ്പിച്ചു, നെതർലൻഡിലെ പാർട്ടിയുടെ പേര് ആന്റി മുസ്ലിം എന്ന പേരാണ് ആ പാർട്ടി തുടങ്ങുന്നത് തന്നെ. എന്തുകൊണ്ട് അവർക്ക് അത് ഇടേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്രത്തോളം അവർ സഹിക്കാവുന്ന ഒരു മാക്സിമം സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിലൊക്കെ അവർ ഇപ്പൊ ഇന്ത്യയിലെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇന്ത്യയിലെ കിരൺ റിഡ്ജു 2016 പാർലമെന്റിൽ പറഞ്ഞത് 20 ദശലക്ഷം 2 കോടി ബംഗ്ലാദേശികൾ ഇന്ത്യയിലുണ്ടെന്നാണ് പറഞ്ഞത്. ബംഗ്ലാദേശി ഉം, ഉം, പൗരന്മാർ ഇന്ത്യയിലുണ്ട്. ഇതിൽ റോഹിംഗ്യകൾ അടക്കമുള്ളവരുണ്ട്. ഈ റോഹിംഗ്യ അടക്കമുള്ളവരാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയാം. ഒരു പരിധി വിട്ടാൽ എന്ത് ഉം, പറ്റുമെന്ന് അറിയാവോ? അതിന് അവർ BJP യോ കോൺഗ്രസോ CPM ഒന്നും ജനം നോക്കിയെന്ന് വരത്തില്ല. അവര് കാലേ വാരി നിലത്തടിക്കും. അത് ഇന്ത്യയിലും സംഭവിക്കും. ഉം, അധികം വൈകത്തൊന്നുമില്ല ഈ സംഭവം. ഉം, കാരണം ഉം, അതിനും ഒരു സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് എല്ലാവർക്കും. അതിനപ്പുറത്തേക്ക് ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ജനങ്ങൾ രാഷ്ട്രീയം നോക്കില്ല, അവരതിന്റെ വേറെ മാനങ്ങൾ നോക്കില്ല, ഒന്നും നോക്കില്ല. ഉം, ഇപ്പൊ ഈ ബംഗ്ലാദേശിലൊക്കെ ഹിന്ദു വിരുദ്ധമായ സംഘർഷങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെയുള്ള ഒരു വലിയ സമൂഹം മിണ്ടാതിരിക്കുന്നു, ഇല്ലെങ്കിൽ അവർ സഹിഷ്ണുതയോടെ കാണുന്നു എന്നുള്ളതല്ല. ഒരു നല്ല ചാൻസിന് ഉം, വേണ്ടിയിട്ടാണ് അവർ നോക്കിയിരിക്കുന്നത്. അടി തുടങ്ങിക്കഴിഞ്ഞാൽ ഉം, അതൊരു വലിയ രീതിയിലായി. ഇത് തന്നെയാണ് ബംഗ്ലാദേശ് ഭയക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ്. കാരണം ഉം, ഇവിടുന്ന് ഈ അഭയാർത്ഥി പ്രവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ബംഗ്ലാദേശിൽ താങ്ങാൻ കഴിയില്ല. 10 ലക്ഷം റോഹിംഗ്യകളുടെ അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ബംഗ്ലാദേശ് അവിടുന്ന് ഇവിടെ ഉം, പണിക്ക് വന്ന ഈ 2 കോടി പേരെ എങ്ങനെ താങ്ങും? അവർക്ക് താങ്ങാൻ കഴിയുമോ? താങ്ങാൻ കഴിയില്ല. ഉം, 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 അപ്പൊ ഉം, ഇതൊക്കെ അവരെയും ഭയപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ അത് ഒതുങ്ങിയിരിക്കുന്നത് ആരെയും ഭയന്നിട്ടൊന്നും അല്ല ഒതുങ്ങിയിരിക്കുന്നത്. ഉം, ഉം, കാരണം ഇത് ഒരു പരിധി വിടുമ്പോഴാണ് ഇത് മുമ്പോട്ട് ഒരു വലിയ ആക്രമണമായിട്ട് മാറുന്നത്. എന്തുകൊണ്ടാണ് ലോകത്ത് മുഴുവൻ ഈ വലതുപക്ഷ പ്രസ്ഥാനങ്ങൾ ശക്തി പ്രാപിച്ചത്? അതിന് വളമിട്ട് കൊടുത്തതും വളക്കൂറുണ്ടാക്കിയതും ഈ ഇങ്ങനെയുള്ള ഭീകരപ്രവർത്തനങ്ങൾ തന്നെയാണ്. ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലായിരുന്നുണ്ടെങ്കിൽ എന്തിന് നമ്മുടെ ഉം, നാട്ടിൽ ഈ BJP പോലും ഇത്രയും വളരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ടെറർ അറ്റാക്കുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ BJP വളരില്ലായിരുന്നു. ഉം, അതാണ് അവരെ അത് ഞാൻ പറഞ്ഞില്ല, ഈ ദേശീയതയും അതിതീവ്ര ദേശീയതയും ഒക്കെ ആയിട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം സ്വീഡന് മുമ്പൊരു പാർട്ടി അവർ അതിതീവ്ര ഈ ദേശീയത മാത്രമല്ല, ഇതേപോലുള്ള ഭീകരവാദം അവര് ഈ മതഗ്രന്ഥങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്ന തരത്തിലേക്ക് അവർ മാറി. അങ്ങനെ ഉം, ഉം, എന്താ പറയുന്നത്, ഇവരെ അടിച്ചിറക്കാനായിട്ട് ഓരോ രാജ്യങ്ങളും തോന്നി. ഇപ്പോഴെന്ത് പറ്റി? ബ്രിട്ടനിലാണെങ്കിലും ജർമ്മനിലാണെങ്കിലും ഒക്കെ അവിടുത്തെ ഭരണകക്ഷികൾക്ക് ഈ ഉം. തീവ്ര വലതുപക്ഷത്തിന്റെ പിന്തുണയില്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വന്നു. കാരണം നമ്മളുടെ അല്ല, മൈൻഡ് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ ഞാനൊരു പാർട്ടി നേരത്തെയൊക്കെ ഒരു മറയുണ്ടായിരുന്നു. അതായത് ഞങ്ങൾ അഭയാർത്ഥികളെ പുറത്താക്കും എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ ആ മറയിൽ നിന്നും മാറ്റി ആന്റി മുസ്ലിം PVV പാർട്ടി എന്ന പേരിട്ട് അവര് ആ പരസ്യമായിട്ട് രംഗത്തെത്തിയിരിക്കണം. അതായത് അഭയാർത്ഥികളെ അല്ല, മുസ്ലിങ്ങളെ ഞങ്ങളുടെ രാജ്യത്തേക്ക് കയറ്റില്ല എന്ന രീതിയിലാണ് അവർ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് എന്താന്ന് പറഞ്ഞാൽ, ഞാനിത് എല്ലാ പ്രാവശ്യവും പറയും, ഞാൻ ഒരു മതവും ഈ ഉം, ഭീകരവാദത്തെ വളർത്തുന്നതിനായിട്ട് പറയാറില്ല, ഭീകരവാദം ചെയ്യണമെന്ന് പറയാറില്ല, ആളെ കൊല്ലാനും പറയുന്നില്ല. പക്ഷെ ഈ ഇതിനകത്തുള്ള ഒരു ചെറിയ വിഭാഗമാണ് ഒരു വലിയ വിഭാഗത്തിന് ചീത്തപ്പേർ എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത്. എപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നത് അങ്ങനെയാണ്. ഉം, അത് എല്ലാ വിഭാഗത്തിലും ഉള്ള ഒരു സംഭവം. അത് ഇപ്പൊ ഈ ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന ഭീകരവാദത്തിന്റെ ഒരു സൈഡിൽ എപ്പോഴും മുസ്ലിം സമുദായത്തിൽ പെടുന്നവരായതുകൊണ്ട് അത് ഉം, സ്വാഭാവികമായി അത് ആ ഒരു വലിയ വിഭാഗത്തിന്, അത് ഇതിനകത്ത് സാധാരണക്കാരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ഇതിനൊന്നും പോകാത്തവരുണ്ട്, അവരുടെ കൂടെ തലയിലേക്ക് ഇത് ചാർത്തപ്പെടും. കാരണം എല്ലാവരെയും ഉം, സംശയത്തോടെ ലോകം കണ്ടു കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇപ്പൊ എന്തുകൊണ്ടാണ് ഈ റോഹിംഗ്യ മുസ്ലിങ്ങൾ എല്ലാവരും ഭീകരവാദികളാണ് എന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. കാരണം ഉം, അവിടുന്ന് വന്നവരെല്ലാം തന്നെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഈ 2 കോടി പേരും ഭീകരരാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൽ ഒരു ചെറിയ വിഭാഗമാണ് ഈ ഉം, പ്രശ്നം ഉണ്ടായത്. പക്ഷെ ആ ചെറിയ വിഭാഗം ഉണ്ടാക്കുന്ന പ്രശ്നം ആ ഒരു വലിയ കമ്മ്യൂണിറ്റിയെ മുഴുവൻ സംശയത്തിന്റെ നിഴലിൽ നിർത്തുമെന്ന് മാത്രമല്ല, അവനെ വിശ്വസിക്കാത്ത ഉം, തരത്തിലേക്ക് വരും. ഇന്ത്യയിൽ ഇപ്പൊ അതല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഉം, ഇന്ത്യയില് ഇപ്പോൾ നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ, ഒരു സൈഡിലേക്ക് ഒരു വലിയ പോളറൈസേഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഉം, അതായത് ഉം, ഇവര് ഈ ഇന്ന ഒരു ഭീകര പ്രവർത്തനം നടത്താൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. ഇതിനെയാണ് ഉം, ഉം. നമ്മുടെ ചില മാധ്യമങ്ങൾ പറയുന്നത് ഇസ്ലാമോഫോബിയ പരത്തി ഭീതി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നില്ലേ. അതെ, അതെ, പരത്തുന്നതും അതെ. ഭീതി ഉണ്ടാക്കുന്നതും അല്ല, അത് ഈ റിയാലിറ്റിയാണ് ആ സാധനം. പൊട്ടിത്തെറിക്കുന്നത് ഉം, ആരാണ്? ഭീകരപ്രവർത്തനം നടത്തുന്ന ആരാണ്? അപ്പോൾ അവരാണ് എന്നൊരു ചിന്താഗതിയിലേക്ക് ലോകം എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു ഉം, തരത്തിൽ പറഞ്ഞാൽ അപകടകരമായ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കും. കാരണം ഇന്നിപ്പോൾ അത് ഈ കുടിയേറിയ മുസ്ലിങ്ങൾക്കെതിരെ ആണെങ്കിൽ നാളെ കുടിയേറിയ മറ്റു രാജ്യങ്ങൾക്കെതിരെയും വരാം, ഇങ്ങനെ ഒരു ഇഷ്യൂസ് വരാം. പിന്നെ പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുമതത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങും കൺവെർഷന് വേണ്ടി പോകാറില്ല,
അവരെങ്ങും അവരുടെ മതം വളർത്താൻ വേണ്ടി പോകാറില്ല, അവരെങ്ങും പോയിട്ട് അമ്പലം വേണമെന്ന് വാശി പിടിക്കാറില്ല, തെരുവുകളിൽ അവർ പോയി പ്രാർത്ഥിക്കാറില്ല. അതുകൊണ്ടാണ് ഹിന്ദു മതം ലോകത്തെല്ലായിടത്തും പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കാതെ നിൽക്കുന്നത്. ചേട്ടാ, ഈ നെതർലാൻഡ്സ് ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറയുന്നത്, നെതർലാൻഡ്സിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ആ റിപ്പോർട്ടിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, അവർ പറയുന്നത് ദേശീയ അഭയാർത്ഥി പ്രതിസന്ധി നയമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പോരാത്തതിന് ഏറ്റവും കഠിനമായ എല്ലാ കാലത്തെ അഭയ നയം അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോ പാർലമെന്റ് അനുമതി പോലും വാങ്ങിക്കാതെയാണ് അവര് അഭയാർത്ഥി കുടിയേറ്റം തടയണമെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവർ പറയുന്ന കാര്യം, ഇവർക്ക് മിതമായ സംഖ്യയിലാണ് വരുന്നതെങ്കിലും അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, ഹൗസിംഗ് മാർക്കറ്റ്, ഇവിടെ എല്ലാം അതിഭീകരമായിട്ടുള്ള പ്രതിസന്ധികൾ ഈ ചെറിയ മിതമായ സംഖ്യയിൽ വരുന്നെങ്കിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അതായത് ചെറിയ രീതിയിൽ കുടിയേറ്റക്കാർ വന്നാൽ പോലും അവർക്ക് സാമ്പത്തികമായിട്ട് ഒരു ഞെരുക്കം വരുന്നു, സാമ്പത്തികമായിട്ട് അവർക്ക് ഒരു മുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ പറയില്ലേ മുണ്ട് മുറുക്കി കൊടുക്കുന്നു, അതുപോലത്തെ ഒരു പ്രശ്നം അവർക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ ഇത് പിടിച്ച് പുറത്താക്കുന്നത്. പക്ഷേ ഇത് അവിടുത്തെ പ്രതിപക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ടല്ല ഇവർ പിടിച്ച് പുറത്താക്കുന്നത്. ഇവർക്ക് മുസ്ലിംസിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ, അവര് ഭാവിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവര് കുറച്ച് വരും, പിന്നീട് അവർ പെറ്റുവരികും, അത് കഴിഞ്ഞ് അവരൊരു രാജ്യം ആവശ്യപ്പെടും എന്നുള്ള ഒരു നീക്കം ഇവര് മുന്നിൽ കണ്ടിട്ടാണ് അവരെ പിടിച്ച് പുറത്താക്കുന്നത് എന്ന് പറഞ്ഞ അപ്പുറത്തെ ആൾക്കാരും പറയുന്നു. ഇതൊരു വലിയ വിഷയമാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് തന്നെ നമ്മൾ ഹിന്ദു ഭൂരിപക്ഷ രാജ്യമായിട്ടാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തെ 8 സംസ്ഥാനങ്ങൾ ഹിന്ദു ന്യൂനപക്ഷമാണ്. അതിൽ ഹിന്ദു വളരെ മൃഗീയമായ ന്യൂനപക്ഷമായ ലക്ഷദ്വീപ് ഉണ്ട്, മിസോറാം ഉണ്ട്. ഇവിടൊക്കെ നമ്മൾ 8%, ലക്ഷദ്വീപിൽ 1% നേരത്തെ കണ്ടേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം വലിയ രീതിയിലുണ്ട്. ഇതൊരു വലിയ വിഷയം ഉണ്ടാകും. ഇവിടെ കുടിയേറ്റക്കാരൂടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൂവിൽ എന്തായിരിക്കും? ഒന്നാമത് അതെ. അവിടെ ഉള്ള ഇങ്ങനത്തെ ഒരു അസന്തുലിതാവസ്ഥ. ഇപ്പൊ നമ്മുടെ ആസാമിലെ സംഭവം അതാണ്. അവിടെ ഈ കുടിയേറ്റ മുസ്ലിങ്ങൾക്കെതിരെയാണ് വലിയ രീതിയിലുള്ള, അവിടെ കുടിയേറ്റ മുസ്ലിങ്ങൾ മാത്രമല്ല കുടിയേറ്റ ഹിന്ദുക്കളുമുണ്ട്, അവർക്കെതിരെയാണ് ഉം. വലിയത്. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ അവിടുത്തെ പ്രശ്നം, അവിടുത്തെ മുസ്ലിങ്ങൾ, തദ്ദേശീയരായ മുസ്ലിങ്ങളാണ് അവിടെ ഈ അനധികൃതമായ പള്ളി പൊളിക്കാൻ കൂട്ടുനിൽക്കുന്നത്. അവരാണ് ഉം. അവിടെ ഉം. ഈ കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഈ കിട്ടേണ്ട സംവരണവും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളും മുഴുവൻ ഈ കുടിയേറിയവര് കൈക്കലാക്കി. ഉം. 25 ഉം. MLA-മാരുണ്ടായിരുന്നു ആസാമിൽ കുടിയേറിയവന്മാർക്ക് മാത്രം ഉം. മുമ്പ്, ഇപ്പോഴില്ല, ഉം. മുമ്പുണ്ടായിരുന്നു. ഉം. ഉം. അതുപോലെ തന്നെ പല ജില്ലകളിലും നിയന്ത്രണം അവന്മാരുടെ കയ്യിലേക്ക് ആയിപ്പോയി. ഇതിനൊക്കെതിരെ ഒരു വലിയ ഉം. പ്രതിഷേധം ഉയരുക സ്വാഭാവികം മാത്രമാണ്. അപ്പോ ലോകത്തെല്ലായിടത്തും ഇത് കണക്ക് ഒരു അലയൊലി ഉണ്ടാകുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം. കാരണം അമേരിക്കയ്ക്ക് പഴയതുപോലെ ഈ യൂറോപ്യൻ കൺട്രീസിനെയൊക്കെ ഒന്നിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഇല്ല. ഇപ്പൊ അവരുടെ തടി ഉം. രക്ഷിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉം. കീലേരി അച്ചുവിനെ കൊണ്ടൊക്കെ വേറെ ഡയലോഗുകൾ വിടുമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉപരോധം പ്രഖ്യാപിക്കും, ഉം. ഞങ്ങൾ അത് ചെയ്യും, ഇത് ചെയ്യും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ചില പാവപ്പെട്ട രാജ്യങ്ങളൊക്കെ പേടിപ്പിച്ച് നിർത്തും, ചിലപ്പോൾ 1-2 മിസൈലൊക്കെ അടിക്കും എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഉം. അതുകൊണ്ടാണ് അവരുടെ ഈ മണിപ്പൂരിനെ കേന്ദ്രമാക്കിക്കൊണ്ട്, വടക്കിഴക്കൻ സംസ്ഥാന കേന്ദ്രമാക്കി ഒരു ക്രിസ്തീയ രാജ്യം, ഒരു രാജ്യം വേണമെന്നുള്ള ഉം. ഒരു പ്ലാനിങ് അമേരിക്കയ്ക്ക് ഉണ്ടായതും അത് ക്ലച്ച് പിടിക്കാത്തതിന്റെ കാരണം വെച്ചാൽ അമേരിക്കയ്ക്ക് പഴയ പവറില്ല. ഇന്ത്യ എന്തുകൊണ്ടാണ് ഈ റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കുന്നതും ചൈനയുമായിട്ട് അതിർത്തി പ്രശ്നങ്ങൾ ഉം. വളരെ പെട്ടെന്ന് തന്നെ രമ്യതപ്പെടുന്നതിനും കാരണം എന്താണെന്നറിയാവോ? ഈ വരുന്ന ഇവരുടെ ഈ പുതിയ നീക്കം ഉണ്ടല്ലോ, ആ നീക്കത്തിനെ തടയിടുക എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് പഴയ പവറില്ല. ഉം. ഇവിടെ ഇങ്ങനെ ഒരു മുന്നണിയായിട്ടാണ് വരുന്നതെങ്കിൽ അതോടുകൂടി അമേരിക്ക എന്നൊരു സാധനം ഏഷ്യയിലേക്കുള്ള എൻട്രി അവിടെ ബ്ലോക്കായി. ഉം. അപ്പം എന്ത് വരുന്നത്, അവിടുത്തെ ജനം നോക്കുന്ന എന്താണ്, ഈ പറയുന്നതൊക്കെ അമേരിക്ക ഒരു സംഭവമല്ല, അവന്റെ കൂടെ നിന്ന് നമുക്കും പണി കിട്ടും, അതുകൊണ്ട് നമ്മൾ നമ്മുടെ സ്വയരക്ഷ നോക്കുക എന്ന രീതിയിലേക്കാണ് അവിടുത്തെ പൊളിറ്റിക്സ് മാറുന്നത്. അതാണ് ഉം. ഇതിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞില്ലേ, ഒരു മതവും അക്രമത്തിലേക്കോ ഇതിനോ പോകുന്നില്ല. ഒരു മതത്തിലുള്ള മുഴുവൻ പേരും അക്രമകാരികളുമല്ല. ഇപ്പൊ നമ്മൾ ഖാലിസ്ഥാനെ കുറിച്ച് പറഞ്ഞു, സിഖുകാരെല്ലാരും ഭീകരന്മാരാണോ? അല്ല. അതിനകത്ത് ഒരു ചെറിയ അതെ. വിഭാഗമുണ്ട്, എല്ലാത്തിലും ഉള്ള ഉം. ഒരു വിഭാഗം. പക്ഷെ ആ ഒരു ചെറിയ വിഭാഗം നിരന്തരം ആക്രമണം നടത്തുമ്പോൾ നമ്മൾ അവരെ മുഴുവൻ ഉം. സംശയത്തിന്റെ നിഴലിൽ നിർത്തും. അതാണ് അതിനകത്തെ പ്രശ്നം. അതെ. അതെ. നമുക്കറിയാമല്ലോ, 1984 ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഉണ്ടായ ഒരു സിഖ് കലാപം, എത്ര ആയിരം പേരാണ് സിഖുകാര്, എത്ര ആയിരം അതെ. ഓടിക്കൊണ്ടിരിക്കുന്ന അതെ. ട്രക്ക് തടഞ്ഞു നിർത്തി പട്ടാപ്പകല് ദില്ലിയിൽ തീ വെച്ച് കൊന്നില്ലേ എത്രയോ പേര്. അതാ ഉം. പറഞ്ഞത്. ഒരു അതെ. ഒരു ഒരു അന്ന് പറഞ്ഞ ജഗദീഷ് ടൈഗർ ആണെന്ന് തോന്നുന്നു, അന്ന് അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്. എന്താണ്, ഒരു വൻമരം വീഴുമ്പോ അതിന് താഴെ പെട്ട് കുറച്ച് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അതായത് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞ വൻമരം വീണപ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ്. അങ്ങനെ സ്വാഭാവികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഈ നാട്ടിലും ഒരുപക്ഷെ അത് സംഭവിച്ചുകൂടായികയില്ലത്. ഉം. കാരണം ഈ ഭീകരവാദം അത്രത്തോളം ജനം വെറുക്കുന്നുണ്ട്. കാരണം ഒരു സ്വസ്ഥമായിട്ട് നമുക്ക് എവിടെയെങ്കിലും ഒരിടത്ത് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോ കാശ്മീരിലേക്ക് ഉം. സ്വസ്ഥമായിട്ട് നമ്മൾ പോകുന്നു എന്നായിരിക്കും. പക്ഷെ അപ്പോഴും നമ്മുടെ മനസ്സിലൊരു ചെറിയ ഭയമുണ്ട്, അല്ലെ? ഭീകരവാദികൾ വരൂ, ഉം. വെടിവെക്കൂ, ബോംബ് പൊട്ടും, അതെ. അതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഭയമുണ്ട്. ഉണ്ട്. ഉണ്ട്. നേരെ മറിച്ച് കേരളത്തിൽ ഉം. എവിടെ പോകുന്നതെന്ന് നമ്മൾ ഹാപ്പിയാണ്. കേരളത്തിൽ എവിടെ അതെ. പോയാലും, അതെ. തമിഴ്നാട്ടിൽ പോയാൽ നമ്മൾ ഹാപ്പിയാണ്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നും പ്രശ്നമില്ല, ബോംബ്. പക്ഷെ അവിടെയും ഭീകരവാദികൾ ഉണ്ടാകാം, പക്ഷെ നമ്മളത് അറിയുന്നില്ല. നമ്മുടെ ഉം. മനസ്സുകൊണ്ട് നമ്മൾ അതെ. ഹാപ്പിയാണ്, കാരണം വെച്ചാൽ അവിടെ ഒന്നും പ്രശ്നം ഇല്ല ആ എന്നുള്ളത്. ഒരു ആ ഇങ്ങനെ ഒരു ടെറൈൻ ആ അവർക്ക് ഒരു കറക്റ്റ് അല്ല. കാരണം ഇപ്പോ
കറക്റ്റ് അല്ല. കേരളത്തിലാണെങ്കിലും ഇപ്പൊ ഭീകര ഇപ്പൊ കാശ്മീരിലാണെങ്കിലും അപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്ന് കയറി വരാം. ഇവിടെ നമ്മുടെ കേരളം, തമിഴ്നാട്, ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ അപ്പുറപ്പുറം കടലല്ലേ. കൃത്യമായിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നമ്മളെ നേവൽ ബേസുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എന്ത് നടന്നാലും ഇവർക്ക് പെട്ടെന്ന് ആക്സസ് ചെയ്ത് അവന്മാരെയൊക്കെ തകർക്കാനുള്ള ഒരു അല്ല സാഹചര്യമുണ്ട്. അതല്ല, അതിനേക്കാൾ ഉപരി ഈ ഇപ്പൊ വടക്കിഴക്ക് സംസ്ഥാനം മണിപ്പൂർ അടക്കമുള്ളിടത്തൊക്കെ ഈ ഭീകരവാദികൾ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് നല്ല സ്ഥലങ്ങളാണ് ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളൊക്കെ, പക്ഷെ നമുക്ക് ഇവിടെ ഉം. പോകാൻ ഒരു പേടിയുണ്ട്. അയ്യോ ഇവിടെ നമ്മൾ പോകുമ്പോഴത്തേനും ഭീകരന്മാർ വല്ല പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ നമുക്ക് കേരളത്തിൽ യാത്ര ചെയ്യുന്നതിന്, തമിഴ്നാട് യാത്ര ചെയ്യുന്നതിന് അതില്ല. പക്ഷെ ഇവിടെ ഭീകരന്മാർ ഇല്ലാഞ്ഞിട്ടല്ലത്, ഇവിടെ ഉണ്ട്, പക്ഷെ ഉം. അതേപോലത്തെ പ്രശ്നങ്ങളില്ല. അങ്ങനെ നമ്മുടെ രാജ്യം മുഴുവൻ എങ്ങും പോകാൻ വഴി കഴിയാത്തൊരു സാഹചര്യം നമുക്ക് വന്നാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് രാജ്യം മുഴുവൻ പുറത്തോട്ട് ഇറങ്ങാൻ മേല, പുറത്തോട്ട് എടുത്ത് കാല് വെച്ചാൽ അതിന്റെ താഴെ മൈൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ജീവൻ രക്ഷിക്കണ്ടേ, നമുക്ക് മുമ്പോട്ട് പോകണ്ടേ? അപ്പൊ അതെ സ്വാഭാവികമായിട്ട് അതെ. എന്ത് ചെയ്യും? ഈ ഭീകരപ്രവർത്തനം നടത്തുന്നവരെ തൂത്തെറിയാൻ വേണ്ടിയും അവർക്ക് ഉം. കൂട്ടുനിൽക്കുന്നവരെ, അവരെ സഹായിക്കുന്നവരെയും ഒക്കെ നമ്മൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് ജനം നേരിട്ട് രംഗത്തെത്തും. ആദ്യം അവർ ബാലറ്റിൽ കൂടാണ് അത് അവരുടെ ആ ശക്തി വെളിപ്പെടുത്തുന്നത്. ആ ബാലറ്റിൽ അതെ. കൂടെ ശക്തി വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ് ഇന്ത്യയിലടക്കം യൂറോപ്പിലടക്കം വലതുപക്ഷ രാഷ്ട്രീയം അധികാരത്തിൽ കയറുന്നത്. ആദ്യം ജനത്തിന്റെ ഉം. പ്രതികരണം ബാലറ്റിലൂടെയാണ്. പിന്നെ അവന്റെ അതെ. പ്രതികരണം ഏത് രീതിയിലാണെന്നുള്ളത് ഭരണാധികാരികൾക്ക് പോലും പറയാൻ കഴിയില്ല. ഇനി ആ അതിന്റെ ഒരു ഏറ്റവും വലിയ മൈൻഡുള്ള ഒരു ഉദാഹരണമാണ് നമ്മൾ ബ്രിട്ടനിൽ കണ്ട കലാപം. കലാപം. ഇനി രണ്ടാമത്തേത്, ഈ ഇവന്മാർ വോട്ട് കൊടുത്ത് കയറ്റുന്ന ഭരണാധികാരികൾക്കും ഇതേ മൈൻഡ് തന്നെ ആയിരിക്കുമല്ലോ. അവരും ഉം. ഈ ഉം. ഉം. ജനവും ഉം. കൂടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു കാര്യം. ഇന്നിപ്പോ അതെ ഈ അതെ. ഇന്ത്യയിൽ ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഈ BJP സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് മാത്രമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഗണേശോത്സവത്തിന് നേരെയുള്ള കല്ലേറുകൾ, സരസ്വതി പൂജയുടെ ഇടയിലുള്ള കല്ലേറുകൾ, ദുർഗാ പൂജയ്ക്ക് പന്തലുകൾ തകർക്കുന്നത്, ഇതൊക്കെ വലിയ കലാപമായി മാറിയിരുന്നതാണ് നമ്മുടെ ഈ രാജ്യത്ത്. UP-യില് ഒരു വർഷം 5000-ന് മേൽ കലാപം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്ന് അവിടെ ഇല്ലാത്തതെന്ന് അയ്യോ. വെച്ചാൽ യോഗി ഭരിക്കുന്നതുകൊണ്ടും മോദി ഭരിക്കുന്നതുകൊണ്ടും മാത്രമാണ് അത് ഒതുങ്ങിയിരിക്കുന്നത്. അവര് നാളെ ഉം. അതും കൂടെ അവര് ഭരിക്കുമ്പോഴത്തേന് അവിടെ എല്ലാം സമാധാനത്തിൽ പോകണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. നേരെ മറിച്ച് അവരൊരു പ്രതിപക്ഷത്തെ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഇതെല്ലാം ഉം. കാരണം അവരിവിടെ കളത്തിലിറങ്ങുക ചെയ്യുന്നത്. അതാണ് ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ്, അതാണ് ഇവരൊന്നും അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ ആ നിലപാടെടുത്തു. എന്തുകൊണ്ടാണ് BJP കയറിയിട്ട് കാശ്മീരിന്റെ 370 വകുപ്പ് എടുത്തു കളയും എന്നുള്ള അവരുടെ മുദ്രാവാക്യം അവർ എന്തുകൊണ്ട് എടുത്തു കളഞ്ഞു? ഉം. ഉം. കാരണം അത് ആ തീവ്ര ദേശീയതയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനം ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഏകീകൃത സിവിൽ കോഡ് കൊണ്ടിരുന്നു. എന്തുകൊണ്ട് കൊണ്ടിരുന്നു? ഇവിടെ എല്ലാവരും ഒരുപോലെ മതി ഉം. എന്നൊരു തീരുമാനം ആ സംഘടന പാർട്ടിക്കുള്ളതുകൊണ്ടാണ്. ഇതേ നിലപാടുള്ളവർ തന്നെയാണ് ഇപ്പൊ ഈ യൂറോപ്യൻ കൺട്രീസിൽ പലർക്കും അധികാരത്തിലേറുന്നത്. ഇതിന്റെ ഒരു ഭാഗം അതെ. ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഒരു വലിയ സൈഡ് എന്ന് വെച്ചാൽ ഈ അക്രമം ഒന്നിനും പരിഹാരമല്ല. ഇവിടെ ഉം. നമുക്കറിയാം ഒരു എനിക്കത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു റാലി ആലപ്പുഴ നടത്തി. അപ്പൊ അതിനകത്തൊരു കൊച്ചി ഉം. ഇറക്കാൻ പിന്നെ കുന്തിരിക്കവും അരിയുടെയും ഒരു അവലും മുദ്രാവാക്യമുണ്ട്. മലരും ആ കുന്തിരിക്കവും മുദ്ര വാങ്ങിച്ചു വെച്ചോ, ആ വരുന്നുണ്ടോ നിന്റെയൊക്കെ കാലം. അതെ, ആ ഒരു ഒറ്റ മുദ്രാവാക്യമാണ് ആ സംഘടനയുടെ അടിവേര് തകർത്തത്. കാരണം ഉം. അതിനെതിരെ രൂപപ്പെട്ടത്, ഈ ഓൾ ഇന്ത്യ തലത്തിൽ രൂപപ്പെട്ട ഒരു വലിയ പ്രതിഷേധമുണ്ട്. ആ ഒരു ഉം. വലിയ ഉം. അതുകൊണ്ടാണല്ലോ പോപ്പുലർ ഫ്രണ്ടിനെ എല്ലാം തൂക്കിയെടുത്ത് അകത്തിട്ട് കഴിഞ്ഞപ്പോഴത്തെ അതിനെക്കുറിച്ച് ന്യായീകരിക്കാനോ സഹതാപം പറയാനോ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതെ അതെ. കാരണം എന്ത് പറ്റി? കാരണം അത്രത്തോളം ജനം ഭയന്നുപോയി ആ ഒരൊറ്റ മുദ്രാവാക്യത്തിൽ. കാരണം അതെ. പരസ്യമായിട്ട് ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും പറയാം നിങ്ങൾ എന്തെല്ലാം വാങ്ങി വെച്ചോ നിങ്ങളെ കൊല്ലും എന്ന് പറഞ്ഞൊരു സംഘടന ഇത് സഹിക്കത്തില്ല. ഇത് ഒരുപക്ഷെ സർക്കാർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഉം. ജനം അതിനെതിരെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും. ഉം. ആ ഒരു രീതിയിലേക്ക് അത് മാറും. അതാണ് യൂറോപ്യൻ കൺട്രീസിൽ കാണുന്നത്. ഇത് തന്നെയാണ് അതെ. ഇവിടെയും സംഭവിക്കുന്നത്. അത് ഈ സംഘർഷം, അതായത് ഈ ഈ കൊലവിളി നടത്തുക, അതുപോലെ തന്നെ മറ്റു ഉള്ളവർക്ക് അതായത് ഞാൻ പറഞ്ഞില്ല ഈ ടെററിസ്റ്റുകളുടെ ഒരു കോമൺ നേച്ചർ, അത് പോപ്പുലർ ഫ്രണ്ട് ആയാലും എല്ലാവർക്കും. അതായത് ഉം. ആദ്യം അവർ ഉം. ചെയ്യുന്നത് ഭയപ്പെടുത്തുക എന്നുള്ളതാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ മെയിൻ പണി. അതായത് ആദ്യം കൊല്ലുക അതെ. എന്നുള്ളതല്ല, കൂട്ടമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് നമ്മളെ അറ്റാക്ക് ചെയ്യും. ഭയങ്കരമായിട്ട് തെറി ഉം. വിളിക്കുന്നു, ഭയങ്കര ഭീഷണിപ്പെടുത്തുന്നു, നമ്മളെ കൊന്നുകളയും തിന്നുകളയും, കൂട്ടമായിട്ടാണ് ഉം. വരുന്നത്, ഉം. ഒറ്റയ്ക്കല്ല. ഇത് ഉം. വരുന്നു. ഇതിനകത്ത് തളർന്നു പോകും ഒരു സമൂഹം. പിന്നീട് ഉം. അവൻ ഈ തളർന്നു പോകുന്ന സമൂഹം തകർന്നു പോകില്ല, തളർന്നേ പോകുന്നുള്ളൂ. അവൻ ഉം. വീണ്ടും വീണ്ടും ഇത് കേൾക്കുമ്പോൾ പിന്നെ അവൻ സ്വയരക്ഷയ്ക്ക് വേണ്ടി അവൻ രംഗത്തിറങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതാണ് അതെ. ഞാൻ പറഞ്ഞത് ടെററിസം കൊണ്ട് ഒന്നും നേടാൻ കഴിയില്ല. ഈ ടെററിസ്റ്റുകൾ എല്ലാം കൂടെ അധികാരം പിടിച്ച രാജ്യങ്ങളുടെ അവസ്ഥ ഇന്ന് എന്താണ്? ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താണ്? പിന്നെ സിറിയ, യമൻ, ഇറാഖ്, ഇവിടെ എല്ലാം നോക്കൂ, അഫ്ഗാനിസ്ഥാൻ, ഇവിടെ എല്ലാം നോക്കൂ. ഉം. ഈ ടെററിസ്റ്റുകൾ മതരാജ്യം ഉണ്ടാക്കാനും ഈ മതനിയമങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ശ്രമിച്ച് വലിയ അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു എയിം അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുകയായിരുന്നുണ്ടെങ്കിൽ ഇവർ പിടിച്ചെടുത്ത എല്ലാ രാജ്യങ്ങളും ഇന്ന് സ്വർഗമാകേണ്ടതാണ്. ഇന്ന് ആ അതാണ് ഞാനും രാജ്യത്തിലുള്ളവർക്ക് ആലോചിക്കുന്നത്. പോലും ഇന്ന് അതാ ഞാൻ പറഞ്ഞത്. ഇവര് പറയുന്ന ഐഡിയോളജി, നമ്മുടെ മാധ്യമങ്ങൾ എഴുതുമല്ലോ, അല്ലേ. ആ. പിന്നെന്താണ് അഫ്ഗാനിസ്ഥാനിൽ വസന്തം, വിസ്മയം, ഉം. ഉം. ബംഗ്ലാദേശിൽ വസന്തം. ഈ വസന്തവും വിസ്മയവും വസന്തം. എല്ലാം കൂടെ നല്ല രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് അവർ ഏത് നിലയിലെത്തേണ്ടതാണ്? അതല്ലേ? അതെങ്കിലും കോമൺ. അതാ ഞാൻ പറഞ്ഞത്, ഉം. നമ്മൾ ഒരു ഐഡിയോളജി, ആ ഐഡിയോളജിയിൽ ഉം. ഇറങ്ങുമ്പോൾ
ആ ഐഡിയോളജി നടപ്പാക്കി കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇതെന്ത് ഐഡിയോളജിയാണ് ഇവന്മാർക്കുള്ളത്? ഇവന്മാരിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തരില്ല. ഇന്ന് രാവിലത്തെ ഒരു വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാനിൽ IS ഭീകരന്മാര് 14 ഷിയകളെ കൊന്നിട്ടുണ്ട്. ഇറാൻ അതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. അതാണ് അവസ്ഥ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഇവര് അവിടെയുള്ള ശത്രുവിനെ കൊല്ലുന്നു, ശത്രുവെന്ന് അവര് കരുതുന്നവരെ കൊല്ലുന്നു. പിന്നീട് ഇവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു ചാകുന്ന, പിന്നെ കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും കച്ചവടം, അതിന്റെ കൃഷി, ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതാണോ ദൈവം പറഞ്ഞ രാജ്യം? ഇതാണോ ദൈവത്തിന്റെ നിയമം നടപ്പാക്കുന്ന രാജ്യം? അതല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതിനെക്കുറിച്ച് സാമാന്യ ബോധമുള്ള ഒരുത്തനും ഇതിന്റെ പുറകിലൊന്നും പോകില്ല. പക്ഷെ ഇതിനകത്ത് വരുന്നത് വെച്ചാൽ, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ, ഇത്ര നാളകത്ത് മനസ്സിലാക്കിയ സംഭവം, ഇവിടെ കിടക്കുന്ന ഒരു ചെറിയ വിഭാഗം ആളുകളിലേക്ക് ഇവരൊരു ഭീതി ജനിപ്പിക്കുന്നു. നിങ്ങൾ ഫണ്ട് തന്നില്ലെങ്കിൽ പ്രശ്നമാകും, നിങ്ങൾ അവനോട് മിണ്ടിയ പ്രശ്നമാകും, നിങ്ങൾ ഇവനുമായിട്ട് നടക്കുന്ന പ്രശ്നം. അതായത് ഇവരൊരു ഫത്വ ആരും അറിയാതെ വാട്സപ്പ് വഴിയോ അല്ലാതെ ഇവരിലേക്ക് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു വിഭാഗം ഇവിടെ ഭയന്ന് നിൽക്കുന്നതാണ്. അവരിവരെ സപ്പോർട്ട് ചെയ്യുന്നവരല്ല, ഭയന്നൊന്നും മിണ്ടാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു ചെറിയ വിഭാഗം ഇവിടെ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു കോമൺ നേച്ചർ എന്ന് പറയുന്ന സാധനം. ഈ ബംഗ്ലാദേശിന്റെ ഇഷ്യൂ ഇനി വീണ്ടും റേസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ബംഗ്ലാദേശിൽ വീണ്ടും ഒരു ഹിന്ദുക്കൾക്കെതിരെ ഒരു വലിയ പ്രശ്നങ്ങൾ, കൊലപാതകം അടക്കമുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഒരുപക്ഷെ ബംഗാളിലും ആസാമിലും അതിന്റെ ഒരു തിരിച്ചടി ഉണ്ടായി. ഇപ്പൊ തന്നെ ആസാമിലെ ഈ ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് അത് നിൽക്കുന്നത്. ബംഗ്ലാദേശികളോടൊക്കെ നാട് വിടാനായിട്ട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. അവിടുത്തെ കടകളെല്ലാം പൂട്ടിച്ചു കഴിഞ്ഞു. ഇനി ഒരു ഇഷ്യൂസ് ബംഗ്ലാദേശ് എനിക്ക് തോന്നുന്നതാണ്, അതായത് എന്റെ ഒരു മൈൻഡിൽ എനിക്ക് തോന്നുന്നതാണ്. കാരണം അതിനും മാത്രം പല സ്ഥലങ്ങളിലും ഇതിന്റെ ഒരു പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം പോലെ നമ്മുടെ പല സ്ഥലങ്ങളും ഉണ്ട്. ഇനി ബംഗ്ലാദേശിൽ അങ്ങനെ ഒരെണ്ണം വന്നാൽ, പ്രത്യേകിച്ച് ഈ ദുർഗാപൂജയൊക്കെ നടക്കുന്ന സമയമാണ് ഇനി വരാൻ പോകുന്നത്. ദുർഗാപൂജയ്ക്ക് ഒരു വലിയ അറ്റാക്ക് ബംഗ്ലാദേശിൽ നടന്നാൽ അതിന്റെ ഒരു തിരിച്ചടി ഇന്ത്യയിൽ പലയിടത്തും ഉണ്ടാകുമെന്നുള്ള കാര്യം യാതൊരു ഡൗട്ടും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് ബംഗ്ലാദേശിക്ക് മാത്രമാകില്ല, ബംഗ്ലാദേശിനെ സഹായിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കിട്ടത്തക്ക രീതിയിലായിരിക്കും അത് പോകുന്നത്. അത് അധികം വൈകില്ല. അതിന്റെ ഉള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. അതെ, അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പൊ ഈ അഭയാർത്ഥി പ്രശ്നം സത്യം പറഞ്ഞാൽ യൂറോപ്പ് മാത്രമല്ല, ഇന്ത്യയും അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ആ അഭയാർത്ഥികളെ നമ്മൾ ഒരു ഓമന പേരിട്ട് വിളിക്കും, അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കും. പക്ഷെ യൂറോപ്പ് അങ്ങനെ വിളിക്കില്ല. യൂറോപ്പ് കൃത്യമായിട്ട് ഞങ്ങൾ ആന്റി മുസ്ലിം പാർട്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം അവരുടെ പുറത്ത് ആക്കാനുള്ള ഒരു ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ശ്രമമാണ് ഇപ്പോ നെതർലാൻഡ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഫ്രാൻസ്, ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ഒരു വലിയൊരു കലാപം നടന്നതേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഇംഗ്ലണ്ടിലെ പോലീസ് ആ ഒരു കലാപം തന്നെ കാണുന്നത്. അവർക്ക് എങ്ങനെ നിയന്ത്രിക്കണമെന്ന് പോലും അറിയാത്ത സാഹചര്യം, പകച്ചുപോയ സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ജർമ്മനി, അതിനുശേഷം ഇപ്പൊ നെതർലാൻഡ്സ്, ഇപ്പൊ സ്വീഡൻ അടക്കം പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അഭയാർത്ഥികൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരാം, നിങ്ങൾ ഒന്ന് പോയി തരുമോ എന്ന് പറഞ്ഞ് വലിയ പ്രതിഷേധവും അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ നിയമം, അവർ കൊണ്ടുവരാൻ പോകുന്ന ഒരു നിയമത്തിനെതിരെ. അപ്പോൾ വലിയ രീതിയിൽ യൂറോപ്പും യൂറോപ്യൻ യൂണിയനും ഇവരെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം പ്രധാനമായിട്ടും. എന്തായാലും നാഷണൽ അസൈലം ക്രൈസിസ് എന്ന് പറഞ്ഞൊരു ക്രൈസിസ് തന്നെ നെതർലാൻഡ്സിൽ ഉണ്ടായിരിക്കുകയാണ്. അഭയാർത്ഥി അടിയന്തരാവസ്ഥ PVV എന്ന് പറയുന്ന ആന്റി ഇസ്ലാം പാർട്ടി നെതർലാൻഡ്സിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഒരു സൈഡിൽ കൂടെ വരുന്നുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇത് ഭാവിയിൽ, അതായത് വരും ദിവസങ്ങളിൽ ഒരു കലാപമായിട്ട് പരിണമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവർ അത്ര വലിയ പ്രിക്കോഷൻസ് എടുത്താണ് മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള ഭരണാധികാരികളുടെ വാക്കുകളിൽ ശക്തമായിട്ടുള്ള ആ ഒരു നിശ്ചയദാർഢ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. താങ്ക് യു വിജയ്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.